ഹലോ നമസ്കാരം, ലിനൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒഴിച്ച് അപ്പം റെഡിയാക്കി എടുക്കാം. ഇതിലേക്കൊരു ഫില്ലിങ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ഏലക്ക ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 5-6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ദോശത്തവ ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ആ ലൈറ്റ് കളർ ഷെയ്ഡ് മാറി കറക്റ്റ് യെല്ലോ കളർ തന്നെയായിട്ട് വരുമ്പോഴാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടാം. ഇതുപോലെ നമുക്ക് ഓരോ അപ്പം റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് ഇത് റോൾ ചെയ്തെടുക്കുവാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിതം ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് 2 സൈഡും മടക്കി ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ബേക്കറി കടകളിലൊക്കെ കിട്ടുന്ന ഏലാഞ്ചി അല്ലെങ്കിൽ മുട്ടയപ്പം, മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ലവ് ലെറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഈ ബാറ്റർ വെച്ചിട്ട് 16 ഏലാഞ്ചിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന ഈവനിങ് സ്നാക്ക് റെസിപ്പികൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.